ഇതാരാണ് പ്രത്യേകം പറയണമെന്നില്ല. കേരളം ഏറ്റവും പ്രാചീനമായ കേരളം ചക്രവർത്തിയുടെ പേരുമായിട്ടുള്ള നിങ്ങളെല്ലാം പോയി മാവേലി. അപ്പൊ ഇപ്പൊ കേരളം ഭരിക്കുന്ന ആളുകൾ നമുക്ക് അഭിനവ മാവേലിയും ചോദിക്കാം. ഒരു കൗതുകമുള്ളത്, പണ്ട് കേരളം ഭരിച്ച മാവേലിയുടെ പേരിൽ ഒരു വേദിയുണ്ട്, ഇപ്പോൾ കേരളം ഭരിക്കുന്ന ഇന്ത്യയുടെ പേരിൽ ഒരു വേദിയുണ്ട്. ഓരോ കേരളത്തിലും PS സച്ചിദാനന്ദൻ എന്നത് വി സ്റ്റാൻഡോ അവർ പറഞ്ഞു വേദിക്കരുത് ശങ്കരൻ സച്ചിദാനന്ദൻ എന്നാണ് പേര്. ഏതായാലും പേരിൽ വേദിയുള്ളതുകൊണ്ട് മാവേലിയെ പാതാളത്തിലോട്ട് ശ്രമിച്ചു നടത്തി ഇദ്ദേഹത്തെ ഇവരുടെ രാഷ്ട്രീയ പാതാളത്തിലോട്ട് ശ്രമിച്ചു നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുരുഷന്റെ ജീവിത വിജയത്തിൽ ഒരു സ്ത്രീയുണ്ട് എന്ന് നമുക്ക് എപ്പോഴും ഓർമ്മ വയ്ക്കുന്നത് ഈ സദ്ഭാവനയെ കാണുമ്പോഴാണ്. ഇന്ത്യയിലെ രുചി രാമന് ജനിച്ച സോണിയാഗാന്ധി എന്ന വനിതാ എത്തുവാനില്ല. ഇതാരാണ് ഇന്ത്യയിലെ ഏത് ഭാഗ്യത്തെ ഗവർണറായിരുന്നു പറയുന്നത്? ഉത്തര ഭാഗ്യത്തെ ഗവർണറായിരുന്നു. ഉത്തര ഭാഗ്യത്തെ ഗവർണർ സ്ഥാനത്തുനിന്ന് 300 പേജുകൾ. അത് എന്തായാലും കവിതയായാലും നോവലായാലും കഥയായാലും നവകേരളത്തിലായാലും വായിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ കാരണം ഞാൻ ഇദ്ദേഹത്തെ ഓർമ്മ പ്രത്യേക കാരണമാണ്. ഈ തല്ലിക്കുള്ള വഴി ഇങ്ങോട്ട് വരുന്ന നല്ല പഠനമാണ്. ഒരിക്കലും മരിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെയൊക്കെ അപ്പന്മാർ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വിശ്വസ്ത എഴുതുന്നതിനെക്കുറിച്ചാണ്. ഇദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് മനോഹരമായ ഒരു കവിത 1964 മെയ് മാസം 27-ാം മരിക്കുന്നത്. ഡയറി മനോഹരമായ ഒരു ഇംഗ്ലീഷ് കവിയുടെ മനോഹരമായ കവിത ആർക്കെയും ഓർമ്മയുണ്ട് പഠിച്ചതാണ്. ആർക്കെയും എവിടെ അച്ഛൻ പറഞ്ഞു ഈ തലത്തോടിൽ കൂടി കടന്നു വരുമ്പോൾ ആ വലിയ നമ്മുടെ മനസ്സിലോക്കുകയും മനോഹരം ഒന്നാമതം വീണ്ടും എല്ലാത്തിനും അനേകമുണ്ട് ആശ്ചര്യ താമസപ്പെടുത്തുന്നു. അതൊക്കെ മുമ്പിലാണ് എനിക്ക് അവിടെ ഇറങ്ങി കുറച്ചു നേരം നിൽക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ വരാമെന്നുള്ള കോവിഡ് കൊണ്ട് വേഗത്തിൽ വരികയായിരുന്നു. ഇതാ ഉറങ്ങുന്നതിന് മുമ്പ് 300 പേരെങ്കിലും ഭാഗ്യത്തെ ഉറങ്ങാൻ കിടക്കാവുള്ളൂ എന്ന് പുതിയ തലമുറയോട് പറഞ്ഞ മഹാനായ സ്ത്രീയുടെ അഭിനയിച്ച ഇതെല്ലാം കുറുക്കമായിക്കൊണ്ടേയിരിക്കും. കോട്ടത്തിന്റെ ചരിത്രമില്ല. പക്ഷേ മലയാള സിനിമയുടെ താരരാജാവ്